ആദ്യം കുറച്ച് ഉപ്പാണ് ഇട്ടത്. ആവശ്യത്തിന് കുറച്ച് ഉപ്പിടണം. കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല, മാങ്ങയല്ലേ, പുളിക്കൊരു കൂട്ടുണ്ടാകും. അതിനുശേഷം ഞാനിത് കുറച്ച് എരിവിന് വേണ്ടി മുളക് പൊടി ഇട്ടു. മുളക് പൊടി ഇട്ട ശേഷം ഞാൻ ചെയ്തത് കുറച്ച് വെള്ളമാണ് അതിലേക്ക് ആഡ് ചെയ്തത്. വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തു. ഇനിയാണ് നമ്മുടെ സൂത്രം കേട്ടോ. ഈ മാങ്ങയ്ക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, പച്ച വെളിച്ചെണ്ണ. നമ്മൾ ഈ മാങ്ങ ഉണ്ടാക്കുന്നത് അപ്പം തന്നെ കഴിക്കണം, അല്ലെങ്കിൽ 1-2 ദിവസം നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചും ഉപയോഗിക്കാം. പക്ഷേ നമ്മളിതിൽ കടുക് വറുക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല, കായപ്പൊടിയോ വേറെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ല മണമാണ് കാണാൻ. നോക്കൂ, ഞാൻ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ, കുറച്ച് എരിവ് കൂടിപ്പോയി. അപ്പോൾ കുറച്ചുകൂടെ ഇതിനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാങ്ങ ആഡ് ചെയ്തത്. വളരെ ടേസ്റ്റാണ്. ഇതൊരെണ്ണം മതി നമുക്ക് കഞ്ഞിയുടെ ഒപ്പവും അതുപോലെ തന്നെ ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ. ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്തു